ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത്രയും നാളും വീഡിയോ ഇടാത്തതിന് കാരണം ഞങ്ങൾക്ക് പരീക്ഷയായിരുന്നു, എക്സാമിനേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. എന്നാലും ഇനി തൊട്ട് നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചെസ്സിലെ ഓപ്പണിങ്ങിന്റെ ബെസ്റ്റ് മൂവ് പഠിപ്പിക്കാം. മൂവാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴും ഓപ്പണിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിങ്ങിൽ എപ്പോഴും E4 അല്ലെങ്കിൽ D4. ബ്ലാക്കിന്റെ കാര്യത്തിൽ E5 അല്ലെങ്കിൽ D5 ഇതൊക്കെയാണ് ബ്ലാക്കിന്റെ ബെസ്റ്റ് മൂവ്. എന്ന് വെച്ചാൽ കിങ്ങിന്റെ അടുത്തിരിക്കുന്ന പോണുകൾ മൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൂവ് കഴിഞ്ഞാൽ രണ്ട് ഉപകാരങ്ങളുണ്ട്. ബിഷപ്പിനെ നമുക്ക് പുറത്തോട്ടിറക്കാം, ക്യൂവിനെ നമുക്ക് പുറത്തോട്ടിറക്കാം. ഇതാണ് ഇതിന്റെ ഗുണങ്ങൾ. ഓക്കെ, അടുത്തത് നമ്മൾ വേറൊരു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക, നമ്മള് പോണ് മാറ്റുക. അതിനുശേഷം D4 കളിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിനെ ഇങ്ങനെ പുറത്തിറക്കുകയും ചെയ്യാം, ഈ രണ്ട് ബിഷപ്പിനെ ആക്ടിവേറ്റ് ആക്കുകയും ചെയ്യാം. അതിനുശേഷം നൈറ്റിനെയാണ് പിന്നെ ഇറക്കണ്ടേ. ഇതൊക്കെ അതിനുശേഷം ബിഷപ്പിനെ ഇറക്കുക, അതിനുശേഷം അപ്പുറത്തെ ബിഷപ്പിനെ ഇറക്കുക. അങ്ങനെ എല്ലാം മൊത്തത്തിൽ സെറ്റ് ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ക്യാസിൽ സേഫ്റ്റി റൂൾ. ഈ ഒരു ക്യാസിൽ ഉറപ്പായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു കളിയിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ക്യാസിലും ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ക്യാസിലും ചെയ്തു. അതിനുശേഷം നമുക്ക് ക്യൂവിനെ ഇറക്കാം. അപ്പൊ അതിനുശേഷം ക്യൂവിനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റും ബിഷപ്പും എല്ലാ മൈനർ പീസുകളും ക്യൂവിനും എല്ലാം ആക്ടിവേറ്റ് ആണ്. പിന്നെ റൂക്ക് കണക്ഷൻ, അതിന് അവസാനമായിട്ട് ഈ റൂക്ക് കണക്ഷൻ വേണം. റൂക്കിനെല്ലാം ഇന്റർ കണക്ട് ചെയ്യുക. അങ്ങനെയുള്ള റൂക്ക് കണക്ഷൻസ് നമുക്ക് ആവശ്യമാണ് ചെസ്സില്. ഇപ്പൊ റൂക്ക് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ളതാണ് റൂക്ക് കണക്ഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് റൂക്ക് കണക്ഷൻസ് എന്ന് പറയുന്നത്. റൂക്ക് കണക്ഷൻസ് ഒക്കെ ഇപ്പോഴും അത്യാവശ്യമാണ്, കാരണം ഒരു സാഹചര്യത്തിൽ നമുക്ക് റൂക്ക് വളരെ അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇത് പഠിക്കാം. ഇനി നമുക്ക് ചെസ്സിലെ ചെസ്സിലെ എന്താണ് ഓപ്പണിംഗ്, എന്താണ് മിഡിൽ ഗെയിം, എന്താണ് എൻഡ് ഗെയിം എന്നെല്ലാം പഠിക്കാം. ഓക്കെ, സെറ്റ് ചെയ്യാട്ടോ. സെറ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. ഓക്കെ, ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണോ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള എല്ലാം ഓപ്പൺ ചെയ്താണോ, എല്ലാം ഓപ്പൺ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിനെ എല്ലാം ഇറക്കുവാണ്. ഇപ്പൊ ഇറക്കി ഒരു ഇതിലുള്ള സെറ്റ് ആക്കി വെക്കുന്ന ക്യൂവിനെ എല്ലാം ബിഷപ്പിനെയും നൈറ്റിനെയും ഒക്കെ ഇറക്കി ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂവിനൊക്കെ റൂക്ക് കണക്ഷനൊക്കെ മുമ്പേ ഈ ബിഷപ്പിനെയും രണ്ട് മൈനർ പീസിനെ ഒക്കെ ഇറക്കി എല്ലാം ഒന്ന് ഓപ്പൺ ആക്കി വെക്കുന്നതിനെയാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മിഡിൽ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ എല്ലാ പീസും നമ്മൾ വെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ എല്ലാ പീസും വെട്ടിയെന്നല്ല ഉദ്ദേശിച്ചത്. ഏകദേശം ഇപ്പൊ ഒരു എൻ ഗെയിമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് എൻ ഗെയിമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യമൊക്കെ നോക്കുക. ഇപ്പോ ഇവിടെ പോൺസിന്റെയും എല്ലാം സ്ട്രക്ചറൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് എല്ലാം കൂടെ സെറ്റ് ആയി വരുമ്പോഴാണ് മിഡിൽ ഗെയിം എന്ന് പറയുന്നത്. ഇനി എൻ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ചെക്ക്മേറ്റ് ആവും. നമുക്ക് ചെക്ക്മേറ്റ് ആക്കാം കുറച്ച് കഴിയുമ്പോഴത്തേനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം എൻഡ് ആവാറായി, അതിനാണ് എൻ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എൻ ഗെയിമും. ഇതൊക്കെ നമുക്ക് ക്യൂവിനെയൊക്കെ ഇറക്കി ആ സമയത്തിന് ക്യൂവിനെയൊക്കെ ഇറക്കി കളിക്കുന്നതിനെയും കൂടെ ക്യൂവിനെയൊക്കെ ഇറക്കി കളിച്ച് ഇപ്പൊ ഗെയിമൊക്കെ തീരാറായ ലാസ്റ്റിനെയാണ് നമ്മൾ എൻ ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് എന്തൊക്കെ ഈ മൈനർ പീസസിനെ ഈ റൂട്ട് കണക്ഷൻ എന്തുകൊണ്ട് ആവശ്യമാണ്, ഈ ചെസ്സിൽ എന്തുകൊണ്ട് റൂട്ട് കണക്ഷൻ ആവശ്യമാണ്. റൂട്ട് കണക്ഷൻ എപ്പോഴും ആവശ്യമാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു ഗെയിം മുന്നോട്ട് പോകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റൂട്ട് കണക്ഷൻ ഇപ്പൊ ഇങ്ങനെ റൂട്ട് കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെക്ക്മേറ്റ് ആക്കാൻ പറ്റും. കാരണം ഇപ്പൊ കിങ്ങിനുള്ള ഇത് അല്ല വേണ്ട. അപ്പൊ ഇതിപ്പോ ഇവിടെ ക്യൂനില്ലാന്ന് വിചാരിച്ചോ, ഇവിടെ ക്യൂനില്ല എന്ന് വിചാരിച്ചോ. അപ്പോ ഇങ്ങനെയൊക്കെ മൂവ് അല്ല, ക്യൂനില്ലാന്നല്ല, ഇവിടെ ക്യൂനില്ലാന്ന് വിചാരിച്ചോ. നമ്മ ഇങ്ങനെയൊക്കെ ഒരു ചെക്ക് കൊടുക്കുമ്പോഴത്തേനും
ബിഷപ്പിന് വെട്ടാൻ പറ്റും, ബിഷപ്പിന് വെട്ടാം, പക്ഷെ കിങ്ങിന് വെട്ടാൻ പറ്റത്തില്ല. കാരണം ഇവിടെ റൂട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ കിങ്ങിന് വെട്ടാൻ പറ്റാത്തത്. അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ ഈ ട്രാപ്പല്ല ഇപ്പൊ ഇതൊക്കെ നോക്കാം. കിങ് ഇവിടെ നമ്മള് ഇവിടെ കിങ് ഇവിടെ നമ്മുടെ റൂക്ക് ഇവിടെ കിങ്ങിന്റെ റൂക്കിനോട്ടാകും ഇല്ല, ചെക്കുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് റൂട്ട് കണക്ഷൻ എപ്പോഴും ചെക്ക്മേറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെ കളി തീർക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റൂട്ട് കണക്ഷൻ. ഓക്കെ, ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് ട്രാപ്സ് എല്ലാം പഠിക്കാം. ഇപ്പൊ നമ്മൾ ബേസിക് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടോ, നമുക്ക് പിന്നെ ട്രാപ്സിലേക്ക് പോവാം കേട്ടോ അടുത്ത വീഡിയോ തൊട്ട്. ഓക്കെ, സൈനിങ് ഓഫ് ഫ്രം ജഹാൻ ജോയ്.